PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ നിർണായക മന്ത്രിസഭായോഗം ഇന്ന്. CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയച്ചാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഉപാധി. ഫണ്ട് ലഭിക്കാൻ പദ്ധതി അനിവാര്യമെന്ന ചിന്താഗതി ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമെന്ന് ജനയുഗത്തിൽ ലേഖനം. അനുനയ നീക്കം തുടരാൻ CPIM നേതാക്കൾ CPI സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ചകൾ നടത്തിയേക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന്. LDFും UDFും എതിർപ്പ് അറിയിച്ചേക്കും. ജില്ലാതലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡവുമായി KPCC. വിജയസാധ്യതയുള്ളവരെയും പൊതുസമ്മതരെയും സ്ഥാനാർത്ഥികളാക്കണമെന്ന് നിർദ്ദേശം. നാശം വിതച്ച് മോൻത ചുഴലിക്കാറ്റ് ആന്ധ്ര തീരം തൊട്ടു. ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ. 1 മരണം റിപ്പോർട്ട് ചെയ്തു. ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. കേരളത്തിൽ നിന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇസ്രായേൽ ഗാസ സമാധാന കരാർ തകർന്നു. നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. 18 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം ഉച്ചയ്ക്ക് 1:45 കാൻബറയിൽ. സഞ്ജു സാംസൺ മികച്ച പ്രകടനം തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക പോരാട്ടം.